നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകേണ്ടതുണ്ട് എന്നാണ് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ? ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനടക്കം നടത്തിയ നാമജപ ഘോഷയാത്ര അടക്കമുള്ള സമരങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ആഗോള അയ്യപ്പ സംഗമം UDF ബഹിഷ്കരിക്കില്ല എന്നും ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയ ശേഷം ക്ഷണിച്ചാൽ അപ്പോൾ നിലപാട് പറയുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമത്തിൽ UDFന്റെ നിലപാട് പറയുന്നതിനായി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് വി.ഡി. സതീശൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. UDF കൺവീനർ അടൂർ പ്രകാശിനൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയത്. ശബരിമലയെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ പരിപാടി നടത്തുന്നത്. ആചാര ലംഘനത്തിന് അവസരമൊരുക്കിയ സത്യവാങ്മൂലം സർക്കാർ പിൻവലിക്കാൻ തയ്യാറാകുമോ? ശബരിമലയുടെ വികസനത്തിന് യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ സംഗമം നടത്തുന്നത്. ഇത്തരത്തിൽ പല ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഗമവുമായി വരികയാണ്. രാഷ്ട്രീയമായി മറുപടി പറയണം. തദ്ദേശ സ്ഥാപന ഫണ്ടിൽ നിന്നും പണമെടുത്ത് വികസന സദസ്സ് നടത്താൻ പറയുന്നു. ഇതൊരു കാരണവശാലും അനുവദിക്കില്ല. ആവശ്യത്തിന് പണം പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടില്ലെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണ് പറഞ്ഞതെന്നും അടഞ്ഞ അധ്യായം എന്നല്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിച്ചു. വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ ചെറുക്കാനാണ് ശ്രമം. അതിന്റെ ഭാഗം കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അല്ലാതെ ചിലർ പറയുന്നത് പോലെ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കാനല്ലെന്നും അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. CPM എന്നും വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയും ഇന്നും നാളെയും CPM വിശ്വാസികൾക്കൊപ്പം തന്നെയായിരിക്കുമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. ചെമ്പഴന്തിയിൽ അജയൻ രക്തസാക്ഷി ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു M.V. ഗോവിന്ദൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും മൃഗീയമായ വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നൽകുന്ന സംരക്ഷണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കില്ലെന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. സ്ത്രീവിരുദ്ധ നിലപാടിനെതിരായി കേരളം ശക്തമായി പ്രതികരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കുട്ടി മാനസികാവസ്ഥ തെറ്റിയ നിലയിലാണെന്നും ആ പെൺകുട്ടിയെ നേരിൽ കണ്ട മാധ്യമ പ്രവർത്തകരെ വരെ പറഞ്ഞു. കണ്ണിൽ പൊടിയാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും സസ്പെൻഷൻ ഉൾപ്പെടെ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് നല്ല ധാരണ ജനങ്ങൾക്കുണ്ടെന്നുമായിരുന്നു M.V. ഗോവിന്ദൻ ഇതിൽ വ്യക്തമാക്കിയത്. എന്നാലും ആഗോള അയ്യപ്പ സംഗമം വലിയ രാഷ്ട്രീയ പ്രശ്നമാവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും അതിന് രാജ്യത്തിന്റെ നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നുമാണ് M.V. ഗോവിന്ദൻ ഇന്നലെ വ്യക്തമാക്കിയത്. മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ പേരാണ് വർഗീയത. ഇത്തരം വർഗീയവാദികൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾക്കൊപ്പമായിരുന്നുവെന്നാണ് M.V. ഗോവിന്ദന്റെ പ്രസ്താവന. ശബരിമല സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്നും യുവതീ പ്രവേശനം അധ്യായമേ വിട്ടുകളഞ്ഞതാണെന്നുമായിരുന്നു M.V. ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്തായാലും സെപ്റ്റംബർ 20-നാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പാതീരത്ത് നടക്കുക. ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ. കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ അടക്കം പങ്കെടുക്കുമെന്നാണ് വിവരം.